ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജലിയും മനോരമയും കൂടി ചേർന്ന് സുധിരയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് പ്രീതി അവർക്ക് നാരങ്ങ വെള്ളമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ട് മനോരമയ്ക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതെന്താണ് നാരങ്ങ വെള്ളം? എനിക്ക് വേണ്ട, ഞാൻ മിനറൽ വാട്ടറിലൊക്കെ കുടിക്കുള്ളൂ. അയ്യോ മാഡം, ഇത് ശുദ്ധമായ ജലമാണ്, ഒരു ശുദ്ധമായ ജലം വേണ്ട, ഞാനേ ബദാം മിൽക്ക് മാത്രമേ കുടിക്കുകയുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിക്ക് കലി വരികയാണ്. അപ്പം അമ്മായി എടുത്ത് വായിക്കും, അവിടെ വെക്ക് വച്ചേ, അവർ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളും. അവരുടെ ഒരു ജാട, അവരുടെ ഒരു ബദാം മിൽക്ക്. അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ, അല്ല മേഡം, മേഡം എന്താ പറഞ്ഞു വരുന്നത്? എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് ശ്രുതി, ഞാൻ ശ്രുതിക്ക് ഒരു പ്രപ്പോസലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കേട്ട എല്ലാവരും ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എടുത്ത് വായിക്കും മനോരമയാണെങ്കിൽ, ഇതെന്താ മോളെ, നീ എന്താ ഈ പറയുന്നത്? ഇവൾക്ക് പ്രപ്പോസൽ കേട്ടാ? അല്ല, നീ ബ്രോക്കർ ജോലിയും തുടങ്ങിയോ? അപ്പം ഇത് കേട്ട അമ്മായി ആണെങ്കിൽ, ശ്രുതിക്ക് പ്രപ്പോസലോ? നിങ്ങളോ? എന്തിന് എന്തിനു വേണ്ടി? അയ്യോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രപ്പോസലുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഞാൻ ശ്രുതിക്ക് വേണ്ടി നല്ലൊരു ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ജോലിയോ? ആ, ജോലി തന്നെ, ജോലിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആർക്കൊന്നും വിശ്വസിക്കാണ്ട് പറ്റില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ കമ്പനിയിലേക്കൊന്നും അല്ല ശ്രുതിയെ ജോലിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത്, അതായത് മറ്റൊരിടത്തേക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോരമയ്ക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതെന്തൊക്കെയാണ് ഈ കിടന്ന് പറയുന്നത് അഞ്ജലി മോളെ? ഇവൾക്ക് എന്തിനാണ് നമ്മുടെ കമ്പനിയിലൊക്കെ ജോലി എടുക്കുന്നത്? അതും ഇവൾക്ക് വേണ്ടി നീ എന്തിനാ ജോലി അന്വേഷിച്ചെടുക്കുന്നത്? അതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നമ്മുടെ ജോലി, നമ്മുടെ കാര്യം നോക്കി നമ്മൾ നടക്കുന്നത് നല്ലത്. ഇവരൊക്കെ യൂസ്ലെസ് ഫെലോകളാണ്, അതുകൊണ്ട് ഇവർക്കൊന്നും ജോലി കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മായിക്ക് കാര്യം വരികയാണ്. ഇവരെ വെറുതെ ഇരുത്തുന്നുണ്ടോ? ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞങ്ങോട്ട് കയറുന്നുണ്ട്. ഇവരോട് ആദ്യം മിണ്ടാതിരിക്കാനായിട്ട് പറ. അപ്പോൾ അമ്മായി മനോരമയും കൂടി ഭയങ്കര വഴക്കാണ്. അപ്പോൾ ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക ആൻറ്റി എന്ന് മനോരമയോട് പറയുകയാണ് നമ്മുടെ അഞ്ജലി. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, മേഡം എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് ജോലി? ആ കമ്പനിയിലേക്കാണെങ്കിൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞാണല്ലോ. ഇല്ല, കമ്പനിയിലേക്കല്ല, ഞാൻ ശ്രുതിയെ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് അത് എൻ്റെ വീട്ടിലേക്കാണ്. ഇത് കേട്ട് അമ്മായി ദേഷ്യപ്പെടുകയാണ്. വീട്ടിലേക്കോ? അപ്പം മനോരമയാണെങ്കിൽ, എൻ്റെ അഞ്ജലി മോളെ, നമ്മുടെ വീട്ടിലേക്കോ? എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ജോലിക്കാരി? ഒത്തിരി സർവൻസ് ഇല്ലേ അവിടെ ജോലി എടുക്കാനായിട്ട്? പിന്നെ എന്തിനാ ഒരു ജോലിക്കാരി? ഇത് കേട്ട അമ്മായിക്കും കലി വന്നിട്ട്, അയ്യോടാ, ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ എച്ചിൽ പാത്രം കഴുകാനായിട്ട് വിടാം, വേറെ പണിയൊന്നുമില്ല. തള്ളേ മിണ്ടാതിരുന്നോളണം എന്നും പറഞ്ഞുകൊണ്ട് മനോരമ തള്ളേ അമ്മച്ചി എന്നൊക്കെ വിളിക്കുകയാണ് ഈ അമ്മായി. അപ്പം ഇത് കേട്ടപ്പോഴേക്കും മനോരമയ്ക്കും കലിയൊക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യാം, നമുക്കൊന്നും വാർത്തയൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അഞ്ജലി പറയണം, അയ്യോ നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചാണ്, വീട്ടിലെ സർവൻ്റായിട്ടല്ല ഞാൻ ശ്രുതിക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് അറിയാലോ, എൻ്റെ കുഞ്ഞനും അതേപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ലാവണ്യ ഇപ്പോൾ വീട്ടിലുണ്ട്. ലാവണ്യയുടെ ആ രീതികളും കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ശ്രുതിയെ കൊണ്ട് ലാവണ്യയെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞത്. എന്താ മേഡം എന്താ പറഞ്ഞത്? ലാവണ്യ മേഡത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും? അതെ, ആ കുട്ടിയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുക്കണം. ആ രീതികളും കാര്യങ്ങളുമാണ് മുത്തശ്ശിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. മേഡം, ഞാൻ പറയുന്നത് കൊണ്ട് അഹങ്കാരമാണെന്നും മേഡം കരുതരുത്. പിന്നെ നിങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് ജോലി ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. ഒരിക്കൽ പോലും അറിയാതെ പോലും നിങ്ങളുടെ അനിയനെ കാണാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനൊരു മനോനിലയായിട്ട് നടക്കുകയാണ് ഞാൻ. ആ സമയത്താണ് ആ കമ്പനിയിൽ തന്നെ ഞാൻ ജോലി ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ വീട്ടിലൊക്കെ ജോലി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ് മേഡം. ഇത് കഴിഞ്ഞപ്പോഴേക്കും, ആഹാ, കുഞ്ഞൻ്റെ കാര്യം ഓർത്തിട്ടാണ് ശ്രുതി ഇങ്ങനെ പറയുന്നത്? എൻ്റെ അനിയൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മനുഷ്യപ്പറ്റില്ലാത്ത ആളൊന്നുമല്ല. ആള് പാവമാണ്, ശുദ്ധ മനസ്സുള്ള ആളാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് ഇങ്ങനെ പ്രശ്നമെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അഞ്ജലി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി മേഡം, അതൊന്നും ഇപ്പം ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ.
എനിക്കിപ്പോൾ അഞ്ജലി മേഡത്തിൻ്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു കാര്യവും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ്. അപ്പോൾ അശ്വിൻ ലാപ്ടോപ്പ് നോക്കി എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ലാവണി അങ്ങോട്ട് വന്നിട്ട് ഈ അശ്വിൻ്റെ തോളത്ത് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ തോളത്ത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനെ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അശ്വിൻ അതങ്ങോട്ട് കൈ അങ്ങോട്ട് തട്ടി മാറ്റുകയാണ്. എന്താ സാർ ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? എങ്ങനെ ദേഷ്യം മാറും? എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഏറ്റവും മെയിൻ. ദേ ലാവണ്യ, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇവിടെ വല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. നിന്നെ ഇനി ആരംഗീകരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ സാർ അതിനെക്കുറിച്ച് ഓർത്തൊന്നും സാറ് ടെൻഷൻ ആവണ്ട. ദേ ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാവരും എന്നെ അംഗീകരിക്കും. ആ അംഗീകരിക്കുന്ന ദിവസം വരും. അത് സാറ് കണ്ടോ? ആരംഗീകരിക്കോ അംഗീകരിക്കാത്തതോ അതൊന്നും എനിക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ ചേച്ചി നിൻ്റെ കാര്യത്തിൽ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല ലാവണ്യ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഏറ്റവും വലിയ മെയിനായിട്ടുള്ള ഒരാൾ. അതുകൊണ്ട് ചേച്ചി പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് മുഖ്യം. ഇത് കേട്ട ലാവണ്യാണെങ്കിൽ ഓഹോ ശരി, ഓക്കെ ആയിക്കോട്ടെ. നിനക്ക് ചേച്ചി അല്ലാതെ നിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടതും ഈ അശ്വിൻ ഒരു നിമിഷം ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. ശ്രുതിയുടെ കൈ കയറി പിടിച്ചതും ശ്രുതിയെ എടുത്തുകൊണ്ട് ശ്രുതിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതും അങ്ങനെ ഒരുപാടായ കാര്യങ്ങളല്ല. അപ്പം ലാവണ്യ സർ നിങ്ങളോട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ചേച്ചി അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടോയെന്ന്. എന്തോന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, എൻ്റെ ചേച്ചി മാത്രമേ എൻ്റെ മനസ്സിൽ സ്ഥാനമായിട്ടുള്ളൂ. ചേച്ചിക്കപ്പുറം ഒരു സ്ഥാനവും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നും പറയണം. മതി, എനിക്കത്രയും മാത്രം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അശ്വിൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പം അശ്വിൻ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണല്ലോ അഞ്ജലി. അപ്പോൾ അഞ്ജലി ശ്രുതിയോട് വീണ്ടും ചോദിക്കുകയാണ്, കുട്ടി നീ ഒന്നും കൂടി ആലോചിക്കുക, എന്താണ് നിൻ്റെ മനസ്സിൽ? ഇല്ല മാഡം, ഇതൊക്കെ മാഡം ഞാൻ അഹങ്കാരം കൊണ്ട് പറയണമെന്നൊക്കെ വിചാരിക്കും. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് മാഡം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ മാഡത്തിൻ്റെ ഈ ഓഫർ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല മാഡം. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇനി മാഡം ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോരമയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ മനോരമയാണെങ്കിൽ അഞ്ജലി മോളെ ഇത് കേട്ടല്ലോ, അവളുടെ വാലിരിക്കുന്നത് കേട്ടല്ലോ. ഇപ്പോൾ അഞ്ജലിക്ക് സമാധാനമായില്ലേ? പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇനിയൊന്നും ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അമ്മായി ആണെങ്കിൽ അതെ, നിങ്ങളുടെ വീട്ടിലേക്ക് ഇതേ ഞങ്ങളുടെ കൊച്ചിന് ജോലിക്ക് വിടാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. അത്രയ്ക്കും ഗതികെട്ടൊരവസ്ഥയിലൊന്നും അല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പിച്ചെടുത്തു നല്ല ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട മനോരമയ്ക്ക് കലി വരികയാണ്. രണ്ടുപേരും കൂടെ അടി പിടി ഇടിയൊക്കെ നടക്കാനുള്ള കുറേ സാധ്യതകൾ അവിടെ എല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ മനോരമ പറയാണ്, ദേ അഞ്ജലി ബേബി നീ വരാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യേ. ഇനി ഇവരുടെ വീട്ടിൽ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല, ഞാൻ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇത് കേട്ട അഞ്ജലി ആണെങ്കിൽ ആൻറ്റി നിൽക്കുക ആൻറ്റി, ഞാനും വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ ശ്രുതിയുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ശ്രുതി, നീ ഇപ്പോൾ ഞാനീ പറഞ്ഞ ഓഫർ വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഇതിപ്പോൾ കുഞ്ഞിൻ്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നീ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നീയും കുഞ്ഞിനുമായിട്ട് ഒരു കോണ്ടാക്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഓർമ്മയില്ലേ? ഇത് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി ഒന്ന് പകച്ചു നോക്കുകയാണ്. ആ ഓർമ്മയുണ്ട് എന്ന് പറയുകയാണ്. ആ ഓർമ്മയുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കമ്പനിക്ക് നീ കടക്കാരിയാണ്. അതും കൂടി ഒന്ന് ആലോചിക്കണം. 1,00,000 രൂപയാണ് നീ ഞങ്ങളുടെ കമ്പനിക്ക് തരേണ്ടത്. ആ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? നീ 1,00,000 രൂപയ്ക്കാണ് ഞങ്ങളുടെ കമ്പനിയിലെ കോൺട്രാക്ടർ വെച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ വെപ്രാളം തോന്നുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ നീ ഞാൻ തന്ന ഓഫർ സ്വീകരിക്കുക, അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ നീ ഞങ്ങൾക്ക് തരാനുള്ള 1,00,000 രൂപ തന്നിരിക്കണം. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഏതാ വേണ്ടതെന്ന് നീ തീരുമാനിച്ചെടുത്തു ശ്രുതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഓഹോ, അപ്പോൾ അഞ്ജലി മേഡവും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളായിരുന്നല്ലേ. അഞ്ജലി മേഡത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇങ്ങനെയെല്ലാം ചിന്തിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് നീ തന്നെയാണ് ശ്രുതി. നീ കാരണം തന്നെയാണ്. ദേ നീ ഒന്ന് ആലോചിക്ക്,
പെട്ടെന്ന് തന്നെ ഉത്തരം വേണമെന്ന് ഞാൻ പറയുന്നില്ല, നീ നന്നായിട്ട് ആലോചിക്കേ. അങ്ങനെ ഇരിക്കെ ഞാൻ നിന്നെ വിളിക്കും. വിളിച്ചതിന് ശേഷം നിന്റെ വാലിൽ നിന്ന് മറുപടി വരുന്നത് എന്താണ്? ഒന്നെങ്കിൽ എൻ്റെ ഓഫർ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ 1,00,000 രൂപ തന്ന് നീ ആ കോൺട്രാക്ടർ അവസാനിപ്പിക്കുക. അത്രേ മാത്രമേ എനിക്കിനി ഇത് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലിയും അതേപോലെ തന്നെ മനോരമയും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ മേളിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അങ്ങോട്ട് വ്യക്തമായില്ല ഈ ശ്യാമിൻ്റെ ഭാര്യയാണല്ലോ അഞ്ജലി. അപ്പം ഇറങ്ങി വരാനായിട്ട് പറ്റില്ലല്ലോ, അതൊക്കെ ആലോചിച്ച് ഇവർ 3 പേരും കൂടി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മായി ആണെങ്കിൽ ഈ ശ്രുതിയോട് ചോദിക്കുകയും ചെയ്യാണ്, ശ്രുതി അവർ പറഞ്ഞ സത്യമാണോ? നീ അവർക്ക് 1,00,000 രൂപ കടക്കാരിയാണോ? അതേ അമ്മായി, അവർ പറഞ്ഞ സത്യം തന്നെയാ. പക്ഷേ ആ അഞ്ജലി മേഡം ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല. എങ്ങനെ അല്ലാതിരിക്കും? ആ സാധനത്തിൻ്റെ ചേച്ചിയല്ലേ. പക്ഷേ ഈ ചേച്ചി ഇത്ര പാവണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരുടെ തനി സ്വഭാവം പുറത്തു വന്നത് കണ്ടില്ലേ? എൻ്റെ ദൈവം, ഇനി എന്ത് ചെയ്യും? അവരുടെ പൈസ എങ്ങനെ കൊടുക്കും എന്നാലോചിച്ച് അമ്മായി ഇവരോടൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലിയും അതേപോലെ തന്നെ മനോരമയോട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനോരമ പറയുകയാണ്, അഞ്ജലി എന്നാലും എന്നോടെങ്കിലും നിനക്ക് പറയായിരുന്നു, എന്തിനാണ് അവിടെ പോയി വല്ല നാണം കഴിയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവളുടെ വാരികണം മുഴുവനും കേട്ടില്ലേ? അപ്പം അഞ്ജലി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അഞ്ജലി ബേബി, നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതല്ല മനോരമാൻ്റെ, പിന്നെ ലാവണ്യയുടെയും മുത്തശ്ശിയുടെയും പെരുമാറ്റങ്ങൾ കണ്ടിട്ടില്ലേ? മുത്തശ്ശിക്കാണെങ്കിൽ ലാവണ്യയെ ഒന്ന് അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവളുടെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ശ്രുതിയെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. എന്തിന്? നമ്മൾ രണ്ടുപേരും ഇല്ലേ? നമ്മൾ രണ്ടുപേരും അവളെ ട്രെയിൻ ചെയ്യിക്കില്ലേ? പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? അതൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ വിചാരിച്ചാലൊന്നും അങ്ങനെ നടക്കില്ല. കാരണം ശ്രുതി തന്നെ വരണം. ശ്രുതി കൊണ്ട് മാത്രമേ അവളെ മെരുക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അവളെ കണ്ടു പഠിക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇപ്പം എന്തായി? അവൾ നമ്മളുടെ മുഖത്തടിച്ചതുപോലെ സംസാരിച്ചില്ലേ? ഏതായാലും നമുക്ക് നോക്കാം എവിടം വരെയും പോകുമെന്ന്. എൻ്റെ ഓഫർ അവൾ സ്വീകരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്നും അഞ്ജലിയും പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ അമ്മായിയും എല്ലാവരെയും കൂടി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ശ്യാം അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ശ്യാമിനോട് ഈ അമ്മായി ചോദിക്കുകയാണ്, അല്ല ശ്യാമോനെ, നീ ഇതെവിടെ പോയായിരുന്നു? അത് പിന്നെ എനിക്കൊരു കോൾ വന്നായിരുന്നു. ഒരു ക്ലയൻറ്റാണ് വിളിച്ചതേ, കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അല്ല, ആരായിരുന്നു വന്നത്? ആ മേഡോ വന്നത്. മേഡോ? ഏത് മേഡം? ആ അഞ്ജലി മേഡോ എന്നൊക്കെ ഇങ്ങനെ തമ്പിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സാറിൻ്റെ പെങ്ങള്. ഓ, അവരെന്തിനിപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്കൊരു ജോലി ഓഫർ ചെയ്തുകൊണ്ടാണ് വന്നത്. അവരുടെ വീട്ടിൽ ആ ലാവണ്യയില്ലേ, ലാവണ്യ മേഡം, ഈ അശ്വിൻ സാറിൻ്റെ ഗേൾ ഫ്രണ്ട് ലാവണ്യ മേഡത്തിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് ശ്രുതി എന്താ പറഞ്ഞത്? ഞാനെന്ത് പറയാനായിട്ട്? എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതേതായാലും നന്നായി. പക്ഷേ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ അതിൻ്റെ ഇടയ്ക്കൊരു പ്രശ്നം എടുത്തിട്ട് അപ്പോഴാണ് അവരുടെ തനി സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത്. അവരെക്കുറിച്ച് ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് അവരെക്കുറിച്ച് ചീത്ത അഭിപ്രായം മാത്രമേ ഉള്ളൂ. അവരങ്ങനെയാണോ? അവരെന്നോട് പറയാണ്, നീ ഈ ഓഫർ സ്വീകരിച്ചില്ലെങ്കിലേ ഞങ്ങൾ തമ്മിലുള്ള ഈ കോൺട്രാക്ടറിൻ്റെ 1,00,000 രൂപ എനിക്ക് തന്നിരിക്കണമെന്ന്, അല്ലെങ്കിൽ പ്രശ്നമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മായി ചോദിക്കുകയാണ്, മോനെ, ഈ കോൺട്രാക്ടറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പ്രശ്നമാവുക? ഈ കോൺട്രാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അമ്മായി. അവർ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി പാളും. നമ്മൾ ആ പൈസ കൊടുത്തേ മതിയാവുള്ളൂ. അയ്യോ ശ്യാമോനെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കണ്ട, എല്ലാത്തിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. വഴിയോ? എന്ത് വഴി? വഴി ഞാൻ പറഞ്ഞു തരാന്നേ. ഏതായാലും ശ്രുതി അവിടെ ജോലിക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ശ്രുതിക്ക് 1,00,000 രൂപ അവിടെ കൊടുക്കണം, അതല്ലേ? ആ 1,00,000 രൂപ ഞാൻ തന്നോളാം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ ശ്രുതി എന്താന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോൾ അമ്മയാണെങ്കിൽ, ശ്രുതി ഒന്ന് സമ്മതിക്കും. ശ്രുതി, ഈ ശ്യാമോനും നമ്മുടെ അന്യനൊന്നുമല്ലല്ലോ, ഇവിടുത്തെ കുടുംബത്തെ അംഗത്തെ പോലെ അല്ലേ? അതെ, ഞാൻ നിങ്ങൾക്ക് അന്യനല്ലല്ലോ. എന്താ ശ്രുതിക്ക് ഞാനൊരു അന്യനെ പോലെയാണോ ശ്രുതി എന്നെ കാണുന്നത്? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുക്കാർ വന്ന് നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് പറയോ? നിങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ വേണ്ടെന്ന് പറയോ? ഇല്ലല്ലോ. അതേപോലെയാണ് ഞാനെന്നും കരുതിയാൽ മതി ശ്രുതി. അപ്പോഴും ശ്രുതി പൈസ വേണമെന്നൊന്നും പറയുന്നില്ല. പിന്നെ
ശ്രുതി ആ വീട്ടിലേക്കൊന്ന് ജോലിക്ക് വിടാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ശ്രുതി എന്നിങ്ങനെയും പറയുകയാണ്. അപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.